വഖഫ് പലസ്തീൻ അടക്കമുള്ള വിഷയങ്ങളും പരാമർശിച്ചു. രാജ്യത്തിന്റെ ശാന്തിയും സമാധാനവും തകർക്കുന്ന ഒരു പ്രവൃത്തിയും വിശ്വാസി സ്വീകരിക്കില്ല. പഹൽഗാമിൽ കൊല്ലപ്പെട്ട സയ്യിദ് ആദിൽ അടക്കമുള്ള 26 പേർ മതപരമായി രാജ്യത്തെ തകർക്കാൻ കഴിയില്ല എന്നതിന്റെ തെളിവാണ്. ഓപ്പറേഷൻ സിന്ദൂർ പ്രശംസനീയമെന്നും VP സുഹൈബ് മൗലവി പറഞ്ഞു. മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണങ്ങളെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയും സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയും ദുരുപയോഗപ്പെടുത്താതിരിക്കാനുള്ള ജാഗ്രതയും കരുതലും എല്ലാവർക്കും ആവശ്യമാണ്. സഹോദരങ്ങളെ, ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങളെ നിങ്ങൾക്ക് മതപരമായിട്ട് സാമുദായികമായിട്ട് ഭിന്നിപ്പിക്കുവാൻ കഴിയില്ല. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും എന്ന സന്ദേശം ലോകത്തിന് കൈമാറിക്കൊണ്ടാണ് ഈ 26 നിരപരാധികളായ മനുഷ്യരും ലോകത്തോട് വിട പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തുടർന്ന് ഭീകരതയ്ക്കെതിരെ നടന്ന സൈനിക നടപടിയും ഏറെ പ്രശംസനീയമാണ്. അക്രമങ്ങൾക്കെതിരെ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടാണെന്ന് വിളിച്ചു പറയാൻ ഈ സൈനിക നടപടികൾക്കായി എന്നുള്ളതാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സൈനികർക്കും ആദരവോടുകൂടി നാം നന്ദി അർപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ സൗഹൃദത്തോടെ മുന്നോട്ട് നീങ്ങണമെന്നാണ് ഇത്തരം സാഹചര്യങ്ങൾ നമ്മോട് പറയുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. വഖഫ് വിഷയത്തിൽ ആശങ്കകൾ അസ്ഥാനത്തല്ല എന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുന്നതെന്നും സാധ്യമായ നിയമ പോരാട്ടം നടത്തുമെന്നും പാളയം ഇമാം പറഞ്ഞു. വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസി സമൂഹം വഖഫിനെ സ്നേഹിക്കുന്നവരും പ്രകടിപ്പിക്കുന്ന ആശങ്കകൾ അത് അസ്ഥാനത്തല്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യമായത്. എറണാകുളം ചക്കരപ്പറമ്പിന് സമീപം നടന്ന ഈദ്ഗാഹിന് അറഫ മസ്ജിദ് ഖതീബ് ഇസ്ഹാഖ് അസ്ഹരി നേതൃത്വം നൽകി.